വെക്കേഷൻ്റെ സമയമായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ആവശ്യമില്ലെന്ന് വിചാരിച്ച് തുടച്ച് വെച്ചപ്പോഴാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളെപ്പോഴും പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടിഫിൻ ബോക്സ് ആയിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുക. അങ്ങനെ മോൻ ഇഷ്ടപ്പെട്ട അവൻ്റെ സ്പൈഡർമാനും ബാറ്റ്മാനും എല്ലാവരും ഉണ്ടായിരുന്ന ടിഫിൻ ബോക്സ് ആയിരുന്നു കേട്ടോ ഇത്. അതിൻ്റെ ക്യാപ്പിലെ സ്റ്റിക്കറെല്ലാം ഒരാഴ്ചത്തെ വാഷിങ്ങിലൂടെ തന്നെ അഴുകി പോകാൻ തുടങ്ങിയിരുന്നു. ഞാനത് പിന്നെ മുഴുവനായിട്ട് തുടച്ച് കളഞ്ഞു. സൈഡിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. ഈ പാത്രത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വൃത്തിക്ക് കഴുകിയാലും എത്ര വെള്ളം തുടച്ച് വെച്ചാലും അതിൻ്റെ ആ ഉള്ളിലുണ്ടല്ലോ, അതായത് ഈ സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെ ആ കോട്ടിങ് വരുന്നതിൻ്റെ ഉള്ളിൽ ഈ വെള്ളം കെട്ടി നിൽക്കും. ഞാനത് കമത്തി വെച്ചാലും രാവിലെ നിവർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇട്ട് വരും. ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചത് കണ്ടില്ല, ഞാൻ തുടച്ച ശേഷമാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. പക്ഷേ അങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നിവർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. അപ്പം നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തലേ ദിവസത്തെ വെള്ളമായിരിക്കും ഉള്ളിൽ കെട്ടി നിൽക്കുക. അതുകൊണ്ട് എനിക്കിത് കൊടുത്തുവിടാനേ തോന്നാറില്ല. ഞാൻ ആഴ്ചയിൽ ഒന്നൊക്കെയാണ് കേട്ടോ ഈ ബോക്സ് കൊടുത്തുവിടാറ്. കാരണം തിരിച്ചും മറിച്ചും വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുവിടാറുള്ളൂ. അങ്ങനെ വാങ്ങിയതാണ് സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ്. അപ്പോൾ ഈ വർഷം എല്ലാവരും വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.